Models of organizational behavior. First, autocratic model. Second one, custodial model. Third one, supportive model. Fourth one, collegial model. Autocratic model. In an autocratic model, managers has the power to command his subordinates to do a specific job. Management believes that what's best for organization and therefore employees are required to follow their orders. The psychological result of this model on employees is their increasing dependence on their boss. Its main weakness is it is high human cost. Autocratic model എന്ന് പറഞ്ഞാൽ മാനേജേഴ്സിന് വർക്കേഴ്സിൻ്റെ മോഡലിൽ കമാൻഡ് ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കും. ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യുന്ന സമയത്ത് കമാൻഡ് ചെയ്യാനുള്ള പവർ മാനേജേഴ്സിനാണ് ഉണ്ടാവുക. ഇങ്ങനെ മാനേജേഴ്സ് എല്ലാ സമയവും മാനേജേഴ്സിൻ്റെ അണ്ടറിൽ വർക്കേഴ്സ് വർക്ക് ചെയ്യുന്ന സമയത്ത് വർക്കേഴ്സിന് എപ്പോഴും അവരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ ഡിപ്പെൻഡൻസി കൂടുകയാണ് ചെയ്യുക. മാനേജ്മെൻറ്റിൻ്റെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റിന് അറിയാം എന്താണ് ഓർഗനൈസേഷന് വേണ്ടതെന്നുള്ളത്. സോ അവർ പറയുന്നത് മാത്രം വർക്കേഴ്സ് ഫോളോ ചെയ്താൽ മതി എന്നാണ് ഈ അപ്രോച്ച് പറയുന്നത്. ഇറ്റ്സ് മെയിൻ വീക്ക്നെസ് ഈസ് ഇറ്റ്സ് ഹൈ ഹ്യൂമൻ കോസ്റ്റ്. ഈ തോട്ട് ശരിക്കും ഫെയർ ആയിട്ടുള്ളൊരു തോട്ടല്ല. അതിന് സൂപ്പർവിഷൻ കോസ്റ്റ് അതുപോലെ തന്നെ ഹ്യൂമൻ കോസ്റ്റുകൾ ഈ മെത്തേഡിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എംപ്ലോയീസിന് സ്വന്തം ക്രിയേറ്റിവിറ്റി അങ്ങനെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് വർക്ക് ചെയ്യാനുള്ള റൈറ്റ് ഒന്നും തന്നെ ഈ മോഡലിൽ ഉണ്ടാവില്ല. അത് ഓട്ടോക്രാറ്റിക് മോഡലിലെ ഒരു മെയിൻ ഡ്രോബാക്കാണ്. മാനേജേഴ്സ് ജസ്റ്റ് ഒബേ ചെയ്യുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബേ ചെയ്യുക മാത്രമേ ചെയ്യുന്നുള്ളൂ. സെക്കൻഡ് മോഡൽ, കസ്റ്റോഡിയൻ മോഡൽ. This model focuses better employee satisfaction and security. Under this model, organizations satisfy security and welfare needs of employee. Hence, it is known as custodian model. This model leads to employees' dependence on an organization rather than boss. As a result of economic rewards and benefits, employees are happy and concentrated, but they are not strongly motivated. ആക്ച്വലി ഈ മോഡൽ പറയുന്നത് എംപ്ലോയീസിന് ഓർഗനൈസേഷൻ ജോബ് സെക്യൂരിറ്റി അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ വെൽഫെയർ നീഡ്സ് എല്ലാം ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസിന് ഒരു ഓർഗനൈസേഷൻ എംപ്ലോയിക്ക് എല്ലാവിധ സെക്യൂരിറ്റി മെഷേഴ്സും അല്ലെങ്കിൽ ലൈഫിന് 100% സേഫ്റ്റി ഗ്യാരണ്ടി ചെയ്യുന്നുണ്ടെങ്കിലും എംപ്ലോയീസ് ആ ഓർഗനൈസേഷനിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അവിടെ നമ്മൾ മാനേജേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്തല്ല, നമ്മുടെ സുപ്പീരിയറിൻ്റെ അടുത്തുള്ള സാറ്റിസ്ഫാക്ഷൻ അല്ല പറയുന്നത്, ആ ഓർഗനൈസേഷനോട് എംപ്ലോയിക്ക് വരുന്ന ലോയൽറ്റിയാണ് പറയുന്നത്. അതാണ് കസ്റ്റോഡിയൻ മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ലോയൽറ്റി ഓഫ് എൻ എംപ്ലോയി ടുവേർഡ്സ് ഓർഗനൈസേഷൻ, ബിക്കോസ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് വേരിയസ് മോണിറ്ററി ബെനിഫിറ്റ്സ് ആൻഡ് നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ടു എംപ്ലോയീസ്. So, employees are automatically satisfied with these monetary and non-monetary benefits. Next model, supportive model. The supportive model depends on leadership instead of power or money. Though leadership, management provides a climate to help employees grow and accomplish in the interest of organization. This model assumes that employees will take responsibility, develop a drive to contribute and improve them if management will give them a chance. Therefore, management's direction is to support the employees' job performance. ഈ മോഡൽ എയിം ചെയ്യുന്നത് മാനേജേഴ്സ് ജസ്റ്റ് സപ്പോർട്ട് എംപ്ലോയീസ് ടു ഡു ദെയർ വർക്ക്. അങ്ങനെയാവുന്ന സമയത്ത് എംപ്ലോയീസിനെ കംപ്ലീറ്റ് ആയിട്ട് ഇൻസ്ട്രക്റ്റ് ചെയ്യല്ല അവിടെ മാനേജേഴ്സ് ചെയ്യുന്നത്. അവർ ഒരു സപ്പോർട്ട് മാത്രമേ എംപ്ലോയീസിന് കൊടുക്കുന്നുള്ളൂ. സോ എംപ്ലോയീസിന് ഇറ്റ് ഹെൽപ്പ് എംപ്ലോയീസ് ടു ഇംപ്രൂവ് ദംസെൽഫ് ആൻഡ് കോൺട്രിബ്യൂട്ട് മോർ ടു ദി ഓർഗനൈസേഷൻ. നെക്സ്റ്റ് മോഡൽ, കൊളീജിയൽ മോഡൽ. The term collegial refers to a body of persons having
a common purpose. It's a team concept. Management is the coach that builds a better team. The management is seen as joint contributor rather than as a boss. The employee response to this situation is responsibility. The psychological result of collegial approach for the employee is self-discipline. In this kind of environment, employees normally feel some degree of fulfillment and worthwhile contribution towards their work. This results in enthusiasm in employees' performance. Collegial model is a team concept management. It builds a better team. Collegial model helps employees to work in a team or feel that they are working in a team. എംപ്ലോയീസ് അവരവർക്ക് ടീമാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ അവർ വർക്ക് ചെയ്യുന്നത് ഒരു ടീമിലാണ്. മാനേജ്മെൻറ്റും നമ്മുടെ ടീമിലുള്ള ആളാണ്. അല്ലാതെ സുപ്പീരിയറോ അല്ലെങ്കിൽ അവിടെ ബോസ് ആയിട്ടില്ല, നമ്മളെല്ലാവരും ഈക്വലായിട്ട് ഒരു ടീം മെമ്പർ ആയിട്ടാണ് കൊളീജിയൽ മോഡലിൽ ആ ഓർഗനൈസേഷൻ എംപ്ലോയീസിനെയും മാനേജേഴ്സിനെയും എല്ലാം തന്നെ ട്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എംപ്ലോയിക്ക് ഈക്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. മാനേജ്മെൻറ്റ്, അതായത് അവരുടെ വർക്ക് കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി എംപ്ലോയീസിന് ഓട്ടോമാറ്റിക്കലി തന്നെ ഡെവലപ്പ് ചെയ്യും. അത് ഇറ്റ് ഇംപ്രൂവ് സെൽഫ് ഡിസിപ്ലിൻ ഇൻ പാർട്ട് ഓഫ് എംപ്ലോയി. സോ എംപ്ലോയീസും മാനേജ്മെൻറ്റിനെയും ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ വർക്കിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യാനും, അതുപോലെ തന്നെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുമ്പം അവർക്ക് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും. നെക്സ്റ്റ്, ലിമിറ്റേഷൻസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ. ഓർഗനൈസേഷണൽ ബിഹേവിയർ കനോട്ട് അബോളിഷ് conflict and frustration, but can only reduce them. It's a way to improve, but not an absolute answer to problems. It's only one of the many systems operating within a large social system. People who lack system understanding may develop a behavioral basis which gives them a narrow viewpoint. That is, a tunnel vision emphasizes on satisfying employee experience while overlooking broader system of an organization in relation to all its public. Next, a significant concern about organizational behavior is that its knowledge and techniques could be used to manipulate people without regard for human welfare. People who lack ethical values could use people in unethical ways. ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ ബിഹേവിയർ ഒരിക്കലും ഓർഗനൈസേഷനിലെ കോൺഫ്ലിക്റ്റ് മീൻസ് പ്രശ്നങ്ങൾ, ഓർഗനൈസേഷനിലെ പ്രശ്നങ്ങളോ അതുപോലെ തന്നെ എംപ്ലോയീസിൻ്റെ ഫ്രസ്ട്രേഷനോ ഒന്നും റെഡ്യൂസ് ചെയ്യുന്നില്ല. അത് കുറച്ച് നന്നായിട്ട് ഓർഗനൈസേഷൻ പെർഫോം ചെയ്യാൻ സഹായിക്കുന്നുണ്ട് എന്നല്ലാതെ OB ഡെവലപ്പ് ചെയ്തിട്ടുള്ള നല്ലൊരു ഓർഗനൈസേഷൻ ബിഹേവിയർ ഫോളോ ചെയ്യുന്ന സ്ഥലത്ത് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുന്നില്ല. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ആ പ്രശ്നങ്ങളൊന്ന് മിനിമൈസ് ചെയ്യാൻ മാത്രമേ OB ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ഓൺലി വൺ ഓഫ് ദി മെനി സിസ്റ്റം ഓപ്പറേറ്റിംഗ് വിത്ത് ലാർജ് സോഷ്യൽ സിസ്റ്റം. ഒരു സിസ്റ്റം മാത്രമാണ് OB എന്ന് പറയുന്നത്. OB അല്ലാത്ത വേറെ ഒരുപാട് മാനേജ്മെൻറ്റ് സിസ്റ്റംസ് ഉണ്ട്. ഈ സിസ്റ്റം OB കൃത്യമായിട്ട് മനസ്സിലാക്കാതെ കാര്യങ്ങൾ ചെയ്യുന്നത് അതൊരു ബിഹേവിയറൽ ബയാസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അതിനൊരു പ്രശ്നം അവിടെ ഓർഗനൈസേഷനിൽ ക്രിയേറ്റ് ചെയ്യാനോ ഒക്കെ ചാൻസ് ഉണ്ട്. ഇനി ഈ ടെക്നിക്ക് ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്, അതായത് ഓർഗനൈസേഷനിൽ വേണ്ടിയിട്ടുള്ള എംപ്ലോയീസിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ് OB ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. എങ്ങനെ അവരുടെ ബിഹേവിയർ മനസ്സിലാക്കാം, എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഓർഗനൈസേഷൻ പ്ലാൻ ചെയ്ത് നല്ല റിസൾട്ട് കിട്ടുക എന്നുള്ളതാണ് OBൻ്റെ എയിം. എങ്കിൽ പോലും എത്തിക്കൽ വാല്യൂസ് ഇല്ലാത്ത ആൾക്കാർ ചിലപ്പം ഈ OB സിസ്റ്റം അൺഎത്തിക്കൽ വേസിലും യൂസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതും OBൻ്റെ ഒരു ഡ്രോബാക്സ് ആണ്.
ഇത്രയുമാണ് ലിമിറ്റേഷൻസ് ഓഫ് ഓർഗനൈസേഷണൽ ബിഹേവിയർ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം.